ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. രാവിലെ തന്നെ മോർണിംഗ് സോങ്ങിന് മുമ്പ് അനീഷ് ബിഗ് ബോസിനോട് സംസാരിക്കുകയാണ് കേട്ടോ. ഗാർഡനിലേക്ക് കൂടി നടന്നുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്കാണ് സംസാരിക്കുന്നത്. ഷാനവാസിനെ പറ്റി കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ല. ഷാനവാസ് വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. കൂട്ടത്തിലിരിക്കുമ്പോൾ ഒത്തിരി നേരം സംസാരിച്ചിരിക്കാൻ പറ്റിയ ഒരാളാണ്. അവൻ ഹോസ്പിറ്റലിൽ കിടന്ന് എന്തുമാത്രം ബുദ്ധിമുട്ട് ഇപ്പോൾ അനുഭവിക്കുന്നുണ്ടാവും. ശരിക്കും മിസ് ചെയ്യുന്നുണ്ടെന്നാണ് കേട്ടോ തോന്നുന്നത്. അതാണ് അനീഷിന്റെ ആ ഒരു സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലായത്. ഷാനവാസിന്റെ ഹെൽത്ത് ഒക്കെ ഇപ്പൊ എങ്ങനെയുണ്ട്, ബിഗ് ബോസ് അപ്ഡേറ്റ്സ് ഒന്നും ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ, അങ്ങനെയൊക്കെ അനീഷ് ചോദിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഷാനവാസിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ വാതോരാതെ അനീഷ് ബിഗ് ബോസിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് അനീഷ് പറയുന്ന ഒരു കാര്യം, ഇവിടേക്ക് വരുന്നതിന് മുമ്പ് എന്റെ ലൈഫിൽ ഒരുപാട് ചങ്ങലകളും ബന്ധനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം അതൊക്കെ മാറിക്കിട്ടി. ഞാനിപ്പോ ഫ്രീ ആയിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന് അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്, ഫിലോസഫി അടിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ സന്തോഷവാനാണ്, ഇവിടെ വന്നപ്പോൾ എന്റെ സ്വഭാവം എന്തായിരുന്നു, ഇപ്പൊ ഞാൻ എങ്ങനെയാണ്, ഇതില് ബിഗ് ബോസിന് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ സമയത്തെ പറ്റി ആ ഒരു ഐഡിയയും കിട്ടുന്നില്ല ബിഗ് ബോസ്, സമയം പറയൂ, അങ്ങനെ ആ രീതിയിലും സംസാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ബീൻ ബാഗിൽ ഇരിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയപ്പോൾ അതിലൊക്കെ വെള്ളമായിരുന്നു, അതുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നില്ല. ഗാർഡൻ ഏരിയ കൂടി ഉലാത്തിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഇപ്പോഴും. അവിടെ കൂടെ ഒരു കിളി പോകുമ്പോൾ ഹായ് കിളി എന്ന് പറഞ്ഞ് കിളിയെ താഴേക്ക് വിളിക്കുന്നുണ്ട്. അടുത്തേക്ക് വരുമോ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. മൈൻഡ് ചെയ്യാതെ കിളി പറന്നു പോകുന്നുണ്ട്. എന്തായാലും ഇതാണ് ലൈവിലെ രാവിലത്തെ അപ്ഡേറ്റ്. അനീഷിന് ഷാനവാസിനെ നല്ലപോലെ മിസ് ചെയ്യുന്നുണ്ട്. അതിപ്പോ എത്രയൊക്കെ പിണങ്ങി വഴക്കിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഉണ്ടല്ലോ, അനീഷ് അവിടെ ഉറ്റ സുഹൃത്തായിട്ട് കണ്ടുള്ള ഒരേ ഒരാളത് ഷാനവാസ് ആണ്. മുന്നോട്ടുള്ള അനീഷിന്റെ ബിഗ് ബോസ് ജീവിതത്തിലും അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയധികം നല്ല സുഹൃത്തുക്കളാണ് ഇവര്. ഷാനവാസിന് ഗെയിമോ എന്തെങ്കിലും എന്തോ ആയിക്കോട്ടെ, പക്ഷെ അനീഷിന് അത് വളരെ ആത്മാർത്ഥമായ ഒരു സൗഹൃദം തന്നെയാണ്. ഒരു തവണ അനീഷ് സുഹൃത്തായിട്ട് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരിക്കലും അത് മാറില്ല എന്നാണ് തോന്നുന്നത്. ഇപ്പൊ എത്ര വഴക്കിട്ട് പിണങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനീഷിന്റെ ഒരു ക്വാളിറ്റിയാണ്. പിന്നെ ബിഗ് ബോസിന്റെ അടുത്ത് ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുന്ന പലർക്കും സ്ട്രാറ്റജിയാണ്, അതാണ് എന്നൊക്കെ തോന്നിയേക്കാം. ഒക്കെ ആയിരിക്കാം ചിലപ്പോ. പക്ഷെ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും സത്യമുണ്ടോ, നേരുണ്ടോ, നന്മയുണ്ടോ എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഞാൻ അത്രേ നോക്കുന്നുള്ളൂ കേട്ടോ, എനിക്ക് അത്രയും മതി. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.